ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ലൂർദ് പള്ളി എന്നറിയപ്പെടുന്ന കുന്ന് പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ എൻട്രൻസിലൂടെ കടന്ന് നമ്മൾ പോവുക. ഓടട്ടെ. രക്ഷകന്റെ മാതാവായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. ഈ ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ ആദരം ഞങ്ങൾ നൽകാനും രക്ഷയുടെ പ്രത്യാശ പൂർണ്ണമായും അങ്ങിൽ സമർപ്പിക്കാനും അനുഗ്രഹിക്കുന്നു. അമ്മയുടെ നൈസർഗികമായ പെൽക്കോവിനെ ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിന്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു. തന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗ്രഹിച്ചില്ല. അവൻ ജെറുസലേമിനെ കിഴക്കുള്ള മലയിൽ മൂവാബിയുടെ നൈസർഗികമായ കുമാരനും അമ്മയുടെ നൈസർഗികമായ മൊളോക്കിൽ പൂജാരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് രൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിചാരീയ ഭാര്യമാർക്കും വേണ്ടി അവനെ ചെയ്തു. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടി ഞാൻ നൽകിയ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ രാജ്യങ്ങളിൽ നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് എൻ്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് എൻ്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപെടുത്തും. രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല. എൻ്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും. കർത്താവിൻ്റെ വചനം.